ദിനപത്രത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നൽകിയ അഭിമുഖത്തിൽ ഏതെങ്കിലും സ്ഥലത്തെക്കുറിച്ചോ പ്രത്യേക പ്രദേശത്തെക്കുറിച്ചോ പരാമർശം നടത്തിയിട്ടില്ലെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ വിശദീകരണം. ദിനപത്രത്തിന്റെ എഡിറ്റർക്ക് അയച്ച കത്തിൽ മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറിയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. അഭിമുഖത്തിൽ ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ എന്ന വാക്ക് ഉപയോഗിച്ചിട്ടില്ല എന്ന് കത്തിൽ പറയുന്നു. മലപ്പുറത്തിനെതിരായി മുഖ്യമന്ത്രി പരാമർശം നടത്തിയെന്ന് ചൂണ്ടിക്കാട്ടി മുസ്ലിം ലീഗും കോൺഗ്രസും ഉൾപ്പെടെ എതിർപ്പുമായി രംഗത്തെത്തിയതിന് പിന്നാലെയാണ് എഡിറ്റർക്ക് കത്തയച്ചത്. മുഖ്യമന്ത്രി പിണറായി വിജയന് നേരെ കണ്ണൂരിൽ കരിങ്കൊടി കാണിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ. മലപ്പുറത്ത് ന്യൂനപക്ഷങ്ങളെ അധിക്ഷേപിച്ച മുഖ്യമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രവർത്തകരുടെ പ്രതിഷേധം. മുഖ്യമന്ത്രിയുടെ വാഹനവ്യൂഹം കണ്ണൂർ കാൾടെക്സ് വഴി കടന്നു പോകുമ്പോഴായിരുന്നു യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് വിജിൽ മോഹൻ, സംസ്ഥാന ജനറൽ സെക്രട്ടറി രാഹുൽ വെച്ചിയോട് എന്നിവരുടെ നേതൃത്വത്തിൽ കരിങ്കൊടി കാട്ടിയത്. ഇരുവരെയും ടൗൺ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെ പാർട്ടി സംസ്ഥാന സെക്രട്ടറിക്ക് നൽകിയ പരാതിയുടെ പകർപ്പ് പുറത്തുവിട്ട് PV അൻവർ MLA. ഗുരുതരമായ ആരോപണങ്ങളാണ് പരാതിയിലുള്ളത്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വലിയ കച്ചവടക്കാർ തമ്മിലുള്ള സാമ്പത്തിക തർക്കത്തിൽ ഒരു കക്ഷിക്കൊപ്പം നിന്ന് പി ശശി ലക്ഷങ്ങൾ പാരിതോഷികം വാങ്ങുന്നതായി പരാതിയിൽ ആരോപിക്കുന്നു. കേരളത്തിലെ സ്വർണ്ണക്കടത്ത് കേസിൽ താൽപര്യമില്ലേ എന്ന് EDയോട് സുപ്രീം കോടതി. കേസിന്റെ വിചാരണ കർണാടകയിലേക്ക് മാറ്റണമെന്ന EDയുടെ ഹർജി പരിഗണിക്കവെയാണ് ചോദ്യം. തങ്ങളുടെ അഭിഭാഷകൻ SV രാജു ഇന്ന് കോടതിയിൽ ഹാജരായില്ലെന്നും അതിനാൽ കേസ് മാറ്റിവെക്കണമെന്നും കോടതിയിൽ ED ആവശ്യപ്പെട്ടിരുന്നു. ഇതോടെയാണ് കേസിൽ താൽപര്യമില്ലേ എന്ന് EDയോട് സുപ്രീം കോടതി ചോദിച്ചത്. ഹർജി പരിഗണിക്കുന്നത് 6 ആഴ്ചത്തേക്ക് മാറ്റിവെച്ചു. CPM സംസ്ഥാന സെക്രട്ടറിയും പോളിറ്റ് ബ്യൂറോ അംഗവുമായിരുന്ന കോടിയേരി ബാലകൃഷ്ണന്റെ ഓർമ്മകൾക്കിന്ന് 2 വർഷം. 1953 നവംബർ 16 ജനിച്ച കോടിയേരി 68 വയസ്സിൽ 2022 ഒക്ടോബർ 1 അന്തരിച്ചത്. പ്രതിസന്ധികളിൽ പാർട്ടിയെ ഉലയാതെ കാക്കുന്ന, ദിശാബോധം തെറ്റാതെ മുന്നോട്ട് നയിക്കുന്ന നേതാവായി സഖാവ് കോടിയേരി നിലകൊണ്ടുവെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഇന്ന് രാവിലെ പയ്യാമ്പലത്തെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയ്ക്ക് പോളിറ്റ് ബ്യൂറോ അംഗം വൃന്ദ കാരാട്ട്, സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ എന്നിവർ നേതൃത്വം നൽകി. നടൻ സിദ്ദിഖിനെതിരായ ബലാത്സംഗ കേസിൽ നിയമോപദേശം തേടി പ്രത്യേക അന്വേഷണ സംഘം. ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷന്റെ ഓഫീസിനോടാണ് നിയമോപദേശം തേടിയത്. അറസ്റ്റ് രേഖപ്പെടുത്തണോ എന്ന കാര്യത്തിലാണ് നിയമോപദേശം തേടിയിരിക്കുന്നത്. അറസ്റ്റ് രേഖപ്പെടുത്തിയാൽ സിദ്ദിഖിനെ വിട്ടയക്കേണ്ടി വരും. കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യണമെന്ന അന്വേഷണ സംഘത്തിന്റെ ആവശ്യം ഇതോടെ ഇല്ലാതാകും. 2 ദിവസത്തിനുള്ളിൽ പോലീസ് നോട്ടീസ് നൽകിയില്ലെങ്കിൽ സ്വമേധയാ ഹാജരാകാൻ സിദ്ദിഖിന് നിയമോപദേശം ലഭിച്ചിട്ടുണ്ട്. ദുബായിൽ വെച്ച് പീഡിപ്പിച്ചെന്ന യുവതിയുടെ പരാതിയിൽ നടൻ നിവിൻ പോളിയെ ചോദ്യം ചെയ്തു. കേസ് അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘമാണ് നിവിൻ പോളിയെ ചോദ്യം ചെയ്തത്. പരാതിക്ക് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന നിവിന്റെ പരാതിയിൽ നടന്റെ മൊഴിയും അന്വേഷണ സംഘം രേഖപ്പെടുത്തി. തനിക്കെതിരായ പീഡന പരാതിയിൽ ഗൂഢാലോചനയടക്കം ചൂണ്ടിക്കാട്ടിയും വിശദമായ അന്വേഷണം ആവശ്യപ്പെട്ടും നിവിൻ പോളി മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരുന്നു. നടി ശ്വേത മേനോനെ അപകീർത്തിപ്പെടുത്തിയ കേസിൽ ക്രൈം നന്ദകുമാർ അറസ്റ്റിൽ. എറണാകുളം നോർത്ത് പോലീസാണ് ക്രൈം നന്ദകുമാറിനെ അറസ്റ്റ് ചെയ്തത്. യൂട്യൂബ് ചാനലിലൂടെ ശ്വേത മേനോനെ അപകീർത്തിപ്പെടുത്തിയെന്നാണ് കേസ്. പാർട്ടി ആവശ്യപ്പെട്ടാൽ സേവനം തുടരുമെന്ന് KT ജലീൽ. ഇപ്പോൾ വിരമിക്കൽ മൂഡിലാണ്. സാധാരണക്കാരനായ തനിക്ക് ഇതുവരെയും CPM നൽകിയ വലിയ പരിഗണനയ്ക്ക് നന്ദി പറയുന്നു. CPM സഹയാത്രികനായി തുടരുമെന്നും ജലീൽ വ്യക്തമാക്കുന്നു. നാളെ പുറത്തിറക്കുന്ന സ്വർഗസ്ഥനായ ഗാന്ധിജി എന്ന പുസ്തകത്തിലെ അവസാന അധ്യായത്തിലാണ് ജലീൽ നിലപാട് വ്യക്തമാക്കുന്നത്. പാർലമെന്ററി രാഷ്ട്രീയത്തോടെ എന്തുകൊണ്ട് വിട പറയുന്നു എന്നതിന് വിശദീകരണമായി കത്ത് രൂപത്തിലാണ് എഴുത്ത്. കൈരളി ബുക്സാണ് പുസ്തകത്തിന്റെ പ്രസാധകൻ. തന്റെ രാഷ്ട്രീയ ഗുരുനാഥനായ കൊരമ്പയിൽ അഹമ്മദ് ഹാജിക്കും ഇടതുപക്ഷ ചേരിയിൽ തനിക്ക് തണലായ കോടിയേരി ബാലകൃഷ്ണനുമാണ് പുസ്തകം ജലീൽ സമർപ്പിച്ചിരിക്കുന്നത്. പൂജ അവധിയുടെ ഭാഗമായി സംസ്ഥാനത്തെ സ്കൂളുകൾക്ക് ഒക്ടോബർ 11 വെള്ളിയാഴ്ച കൂടി അവധി നൽകുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി അറിയിച്ചു. ഇത്തവണ ഒക്ടോബർ 10 വൈകുന്നേരമാണ് പൂജവെപ്പ്. സാധാരണ ദുർഗാഷ്ടമി ദിവസം സന്ധ്യയ്ക്കാണ് പൂജ വെക്കുന്നതെങ്കിലും ഇത്തവണ 2 ദിവസങ്ങളിലായി സൂര്യോദയത്തിന് തൃതീയ വരുന്നതിനാൽ അഷ്ടമി സന്ധ്യയ്ക്ക് 10 വൈകുന്നേരമായിരിക്കും പൂജവെപ്പ് നടക്കുക. 11, 12 തീയതികളിൽ ദുർഗാഷ്ടമി, മഹാനവമി പൂജകൾക്ക് ശേഷം 13 രാവിലെ വിജയദശമി പൂജയ്ക്കും ശേഷമാണ് എടുക്കുന്നത്. ഈ സാഹചര്യത്തിൽ ഒക്ടോബർ 11 കൂടി അവധി നൽകണമെന്നാവശ്യപ്പെട്ട് അധ്യാപക സംഘടനയായ നാഷണൽ ടീച്ചേഴ്സ് യൂണിയൻ വിദ്യാഭ്യാസ മന്ത്രിക്ക് നിവേദനം നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അവധി അനുവദിച്ചുകൊണ്ട് തീരുമാനമെടുത്തത്. നടൻ വിജയുടെ രാഷ്ട്രീയ പാർട്ടിയായ തമിഴക വെട്രി കഴകത്തിന്റെ പതാകയിൽ ആനയെ ഉപയോഗിക്കുന്നത് വിലക്കണമെന്ന ബഹുജൻ സമാജ് പാർട്ടിയുടെ ആവശ്യം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തള്ളി. രാഷ്ട്രീയ പാർട്ടികൾ ഉപയോഗിക്കുന്ന പതാകകൾക്ക് കമ്മീഷൻ അനുമതി നൽകുകയോ അംഗീകരിക്കുകയോ ചെയ്യാറില്ല എന്നും അറിയിച്ചു.
സായുധ സംഘടനയായ ഹിസ്ബുള്ളയുമായുള്ള സംഘർഷം രൂക്ഷമായിരിക്കെ തെക്കൻ ലെബനനിൽ കരയുദ്ധം ആരംഭിച്ച് ഇസ്രായേൽ. ഇന്നലെ രാത്രിയോടെ ഇസ്രായേൽ ടാങ്കറുകൾ ലെബനൻ അതിർത്തി കടന്നു. നിയന്ത്രിതമായ രീതിയിൽ പ്രാദേശിക പരിശോധനകൾ തെക്കൻ ലെബനനിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങളിൽ ആരംഭിച്ചതായി ഇസ്രായേൽ സൈന്യം പ്രസ്താവനയിൽ വ്യക്തമാക്കി. രാജ്യാന്തര ഫുട്ബോളിൽ നിന്ന് അപ്രതീക്ഷിത വിരമിക്കൽ പ്രഖ്യാപിച്ച് ഫ്രാൻസ് താരം ഗ്രീസ്മാൻ. ഇന്നലെ സാമൂഹ്യ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്ത കുറിപ്പിലൂടെയായിരുന്നു 33-കാരൻ ഗ്രീസ്മാന്റെ വിടവാങ്ങൽ.